നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 24 തിങ്കളാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളുടെ ട്രെൻഡ് എല്ലാം അവഗണിച്ച് ഇന്ത്യൻ മാർക്കറ്റുകൾ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ FIS ബൈയിങ്ങിലേക്ക് മടങ്ങി വന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി കാണാൻ കഴിയുന്നത്. കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം 7470 കോടി രൂപയുടെ ബൈയിങ് ആണ് അവർ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയത്. ഇന്നും ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിന് സാധ്യതയുണ്ട് എന്നത് തന്നെയാണ്. ഇനി ശനിയാഴ്ച പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കാണ്. താരിഫ് ക്രമീകരിക്കാൻ താൻ തയ്യാറാണെന്നും അടുത്ത ആഴ്ച തൻ്റെ വ്യാപാര മേധാവി ചൈനയുമായി സംസാരിക്കുമെന്നും ട്രംപ് പറയുകയുണ്ടായി. അതായത് ട്രംപ് ഉണ്ടാക്കിയ താരിഫ് പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് US നിന്നും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.08% നേട്ടത്തിലും S&P 500 0.08% തന്നെ നേട്ടത്തിലും നാസ്ഡാക്ക് 0.52% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റിൽ താരിഫുകളെ കുറിച്ചുള്ള അനിശ്ചിതത്വവും ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ടിൻ്റെ പദ്ധതികളും എല്ലാം തന്നെ നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി US വിപണി നഷ്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇൻഫോസിസ് 1.44% ഉയർന്നു, വിപ്രോ 1% നേട്ടമുണ്ടാക്കി, ICICI ബാങ്ക് 2.69% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 1.26% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി 1% അടുത്ത് ഉയരുകയുണ്ടായി. ഇനി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയായിരുന്നു. ട്രാവൽ ആൻഡ് ലിഷർ സെക്ടറിലുള്ള സ്റ്റോക്കുകളാണ് കൂടുതൽ ഇടിവുണ്ടാക്കിയത്, 1.6% ഇടിഞ്ഞു. ഇനി US വിപണിയിൽ ബോണ്ട് ഈൽഡുകൾ വീണ്ടും നേട്ടമുണ്ടാക്കി. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ $86,000 ട്രേഡ് ചെയ്യുന്നത്, 2% നേട്ടത്തിലാണ് ഇന്നുള്ളത്. ഇനി ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഏകദേശം 1% ഇടിവാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 65,840 രൂപയായിരുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അല്ലാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് 799 രൂപയ്ക്ക് ഒരു മാസത്തേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏവർക്കും അഫോർഡ് ചെയ്യാൻ കഴിയുന്ന വളരെ കുറഞ്ഞ ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഫീസായിട്ട് വരുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ കുറച്ച് വാർത്തകളിലേക്കാണ്. GST കൗൺസിലിൻ്റെ അടുത്ത യോഗത്തിൽ ഇൻഷുറൻസ് GST 5% കുറച്ചേക്കും എന്ന വാർത്ത വരുന്നു. ഇത്തരത്തിൽ വരികയാണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. വാർത്തയിലേക്ക് വരാം. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസിൻ്റെ GST പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് പകരം 18% നിന്ന് 5% കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നു. ഇനി സർക്കാരിന് വലിയ വരുമാന ആഘാതമാവും ഉണ്ടാവുക. സർക്കാരിന് 36,000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായേക്കും. പൂർണ്ണമായ ഇളവ് പ്രതിവർഷം 50,000 കോടി രൂപ ചെലവാകുകയും ചെയ്യും. ഇനി GST ശേഖരം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2022 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്ന് 21,000 കോടി രൂപയാണ് സർക്കാർ സമാഹരിച്ചത്. ഇനി ഈ തീരുമാനങ്ങൾ അന്തിമമാകുന്നത് ഒരുപക്ഷെ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് കാലയളവിലായിരിക്കും. ഏതായാലും ഈ ഒരു വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, HDFC ലൈഫ് ഇൻഷുറൻസ്, SBI ലൈഫ് ഇൻഷുറൻസ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്തയുള്ളത് RBI ATM ചാർജുകൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ATM ഇൻ്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിക്കാൻ RBI അംഗീകാരം നൽകി. മെയ് 1, 2025 മുതലാണ് ഫീസിൽ ഒരു വർധനവുണ്ടാവുക. 5 തവണയുള്ള ഇടപാടുകൾ സൗജന്യമായിരിക്കും. അതിനുശേഷം പണം പിൻവലിക്കുന്നതിന് 17 രൂപയിൽ നിന്ന് ഇപ്പോൾ 19 രൂപയായിട്ടാണ് ഉയർത്തുന്നത്. ഇനി നോൺ ഫിനാൻഷ്യൽ ഇടപാടുകൾക്ക്, പ്രത്യേകിച്ച് ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയവയ്ക്ക് 6 രൂപയിൽ നിന്ന് 7 രൂപയായിട്ടാണ് ഫീസുകൾ ഉയർത്തുക. നമ്മളെല്ലാവരും ATM ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വാർത്ത ശ്രദ്ധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം NCC. ദർഭംഗ മെഡിക്കൽ കോളേജും ആശുപത്രിയുടെയും പുനർവികസനത്തിന് ബീഹാർ മെഡിക്കൽ സർവീസസിൽ നിന്ന് 1,480.34 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് യുറേക്ക ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. 17.50 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ മധുരാം ഇൻഡസ്ട്രീസിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന കമ്പനി. വൃന്ദാവനിലും നവസാരയിലുമുള്ള 2 പുതിയ പ്രൊജക്റ്റുകൾ കമ്പനി ഏറ്റെടുക്കുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്തത് പവർ മെക് പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് BHEL നിന്ന് 579 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി വെൽപ്സൺ കോർപ്പാണ്.
കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ നവ്യാൻ ഷിപ്പ്യാർഡ് അതായത് NSPLന്റെ 74% ഓഹരികൾ കമ്പനി വിറ്റു. ഇതുവഴി 476.39 കോടി രൂപ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഏപ്രിൽ 1 മുതൽ കാറുകളുടെ വില വർദ്ധിക്കാൻ പോവുകയാണ്. ഹുണ്ടായ് മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി എന്നിവ ഇപ്പോൾ തന്നെ അവരുടെ പ്രൈസ് ഹൈക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി കൂടി അവരുടെ പ്രൈസ് ഹൈക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് വരാം. അതിനു മുന്നോടിയായി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് നല്ലൊരു ധാരണ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ SUV കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളുടെ പ്രൈസിൽ 3% വർധനവ് ഏപ്രിൽ 1 മുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു കമ്പനി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. ബാംഗ്ലൂരുവിലെ യഹലങ്കയിൽ 10 ഏക്കർ ഭൂമി കമ്പനി വാങ്ങുകയാണ്. 2500 കോടി രൂപ വരുമാന സാധ്യതയുള്ള ഒരു പദ്ധതിയാണിത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇൻഡസിൻഡ് ബാങ്ക്, പോളി ക്യാബ് ഇന്ത്യ തുടങ്ങിയവയാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. 7470 കോടി രൂപയ്ക്കാണ് FIS വെള്ളിയാഴ്ച ബൈ ചെയ്തത്. DIS ആവട്ടെ 3202 രൂപയുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ഏതായാലും FIS ബൈയിങ്ങിലേക്ക് മടങ്ങി വന്നു എന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ 2-നാണ് റെസിപ്രോക്കൽ താരിഫുകൾ ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡേറ്റ് അടുത്ത് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു ഇടിവോട് കൂടിയുള്ള ഒരു സ്റ്റാർട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണുള്ളത്. കോസ്പി മാർക്കറ്റ് 0.32% ഇടിവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 70 മുതൽ 90 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇറാനെതിരായ പുതിയ US ഉപരോധത്തിനും 7 അംഗങ്ങൾക്ക് ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനുള്ള OPEC+ തീരുമാനവും തുടർച്ചയായ 2ാമത്തെ ആഴ്ചയും നേട്ടം നിലനിർത്താൻ ഓയിൽ പ്രൈസുകളെ സഹായിച്ചു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $71.55 പെർ ബാരൽ എന്ന നിലയിൽ 0.08% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $68.23 പെർ ബാരൽ എന്ന നിലയിൽ 0.07% ഇടിവിലാണ് WTI ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ബുൾ റണ്ണാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ഈ ആഴ്ചയിലും നമ്മുടെ മാർക്കറ്റിൽ നല്ല ഒരു റാലി ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. 23,350-ൽ 160 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച 4.26% ഉയരുകയും ചെയ്തു. കൂടാതെ 4 വർഷത്തിനിടയിലെ ഏറ്റവും നല്ല ഒരു ബുൾ റണ്ണാണ് നിഫ്റ്റിയിൽ ലഭിച്ചത് എന്നത് വലിയ ഒരു പ്രത്യേകത തന്നെയാണ്. നിഫ്റ്റി വളരെ ശക്തമായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതെങ്കിലും 20 വീക്ക് EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യണം എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിട്ട് വരുന്നത്. 20 വീക്ക് EMA ഉള്ളത് 23,360 ലെവലിലാണ്. ഏതായാലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്സൈഡിൽ ഇനി മറ്റ് പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ 23,570 ലെവലിലാണ് 100 ഡേ EMA ഉള്ളത്. 200 ഡേ EMA ഉള്ളത് 23,650 ലെവലിലുമാണ്. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 4% ഉയർന്നു. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഏകദേശം 8% നേട്ടമാണ് ഉണ്ടാക്കിയത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 9% ഉയരുകയുണ്ടായി. ഏതായാലും നിഫ്റ്റിക്കൊപ്പം മറ്റ് ഇൻഡെക്സുകളും വളരെ നന്നായി നേട്ടമുണ്ടാക്കുന്നു എന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വളരെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 23,000 തന്നെയാണ്. ഇനി ഈ ബുൾ റണ്ണിൽ ഒരു കൺസിസ്റ്റൻസി ലഭിക്കണമെങ്കിൽ നിഫ്റ്റി 23,500 മുകളിലായിട്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കീ സപ്പോർട്ടായിട്ടുള്ള 23,000 ബ്രേക്ക് ചെയ്യാതിരിക്കുകയും വേണം. ഏതായാലും നല്ലൊരു ബുൾ റണ്ണാണ് ഇപ്പോൾ ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവ്വം മാത്രം ഇനിയുള്ള സെഷനുകളിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി നിഫ്റ്റിയിൽ ഇനി ഏതൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ 24,000-ലാണ് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,100 സ്ട്രൈക്കിലും അതിനുശേഷം 23,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000, അതിനുശേഷം 22,000, അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,600-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്.
ആദ്യം 23,350 സ്ട്രൈക്കിൽ 774% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 98% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 23,300 സ്ട്രൈക്കിൽ 319% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 12% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിലുള്ളത്. 23,400 സ്ട്രൈക്കിൽ 727% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ വെറും 6% മാത്രം വർധനവ്, ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല ശക്തിയോടെ തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത മാർക്കറ്റിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,000 മുകളിലായിട്ട് 50,593 530 പോയിന്റ്സ് അഥവാ 1.06% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയേക്കാൾ കൂടുതൽ നല്ല മൊമെന്റത്തിൽ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച മാത്രം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 5.27% ഉയർന്നാണ്. കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇതെല്ലാം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡെയിലി ക്യാൻഡിലും വീക്ക്ലി ക്യാൻഡിലും സൂചിപ്പിക്കുന്നത് നല്ലൊരു ബുൾ റൺ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. 52,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കിലും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000 അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.